കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം കേട്ടിരുന്ന ഒരു പേരാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഊരാളുങ്കൽ സൊസൈറ്റി തൊഴിലാളികൾ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു പണ്ട് തുടക്കം. വാഗ്ഭടാനന്ദ ഗുരു അദ്ദേഹം സുമാർ അഴീക്കോടിൻ്റെയൊക്കെ ഒരു ആചാര്യസ്ഥാനത്തുള്ള അദ്ദേഹം വലിയ ഒരു മനുഷ്യൻ, വടക്കേ മലബാറിലെ ഒരു വലിയ ഒരു ആത്മീയാചാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഭൗതിക ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുള്ള കാര്യത്തിൽ കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു ഊരാളുങ്കൽ സൊസൈറ്റി രൂപീകരിച്ചത്. ഊരാളുങ്കൽ ലേബർ സർവീസ് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അതാണ്. അപ്പോൾ ഈ ഊരാളുങ്കലിനെ LDF സർക്കാർ ഇരിക്കുന്ന കാലത്ത് മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഊരാളുങ്കൽ. അതിന് അവർക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു ജിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ടെൻഡർ വിളിക്കാതെ അവർക്ക് വർക്ക് കൊടുക്കാമെന്ന്. അത് ഭയങ്കര സംഭവമായി പോയി. അത് അപ്പോൾ ഇന്ന് പറഞ്ഞ പിണറായി പറയും ഇത് UDF സർക്കാരാണ് ഇതിൻ്റെ ജിയോ ഇറക്കിയിട്ടുള്ളത്, ഉമ്മൻചാണ്ടി സർക്കാരാണ്, ഞങ്ങൾ കൊടുത്തില്ല, ഞങ്ങളായിട്ട് മാറ്റുന്നില്ല. അപ്പോൾ ഈ ഇതിനകത്തെ ഒരു പ്രശ്നം, കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ടെൻഡർ ഒന്നും ഇല്ലാതെ ശുക്രദശയാണ് ഇത് എല്ലാം പോയി. പക്ഷേ ഇവർ പണിഞ്ഞ പലയിടത്തും പ്രശ്നങ്ങളുണ്ട്, ഗുണനിലവാര തകർച്ചയുണ്ട്. അത് നമുക്ക് വയനാട്ടിലെ വീടുകളടക്കം. അല്ല, മാത്രമല്ല ഇത് രസകരമായ കാര്യം, ആദ്യകാലങ്ങളിൽ ഇവർക്ക് ഭയങ്കര മീഡിയ ഹൈപ്പ് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഒരു വർക്ക് ടെൻഡർ 15 കോടിക്കാണെങ്കിൽ ഒരു 12 കോടിക്ക് തീർത്തിട്ട് 5 കോടി സർക്കാർ തിരിച്ചടക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഞെട്ടിപ്പോവും, ഇത് കൊള്ളാൻ ഇങ്ങനെ ഗാന്ധിയന്മാർ രാജ്യത്തുണ്ടോ, ബാക്കി പൈസ തിരിച്ചു തരുന്നു, ഞങ്ങൾ ഇത്ര ചിലവാക്കിയിട്ടുള്ളൂ, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, എന്നാ പിടിച്ചോന്നൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര ശരിക്കും ആളുകളുടെ വിശ്വാസം പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങളായിരിക്കാം. 2-3 കോടി തിരിച്ചു കൊടുത്താൽ എന്താ 100 കോടി തിരിച്ചങ്ങോട്ട് പിടിക്കാമല്ലോ എന്നുള്ള ധാരണയിലാണത്. എന്തായാലും ഈ ഊരാളുങ്കലിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പിണറായി സർക്കാർ ഒരു നിലമൊരുക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥിരം കോൺട്രാക്ടർമാരുണ്ട്, സർക്കാർ കോൺട്രാക്ടർമാർ, പൊതുമരാമത്ത് കോൺട്രാക്ടർമാർ, ഈ കോൺട്രാക്ടർമാർക്ക് എല്ലാം ബില്ലും കുടിശ്ശികയും എല്ലാം തടഞ്ഞു വെച്ചു. ഇപ്പോഴും ഒരുപാട് കോൺട്രാക്ടർമാർ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഒരുപാട് പേര് ആത്മഹത്യയുടെ വക്കീലാണ്. ഇവരെന്ത് ചെയ്തു, ഇവർ സർക്കാർ ഖജനാവിൽ പൈസ കൃത്യസമയത്ത് കൊടുക്കാതായി, ഒരു വർക്കിനും പൈസ കൊടുക്കാതായപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ വർക്ക് ഉപേക്ഷിച്ചു. എങ്ങനെ എടുക്കും പൈസ കിട്ടാതെ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വർക്ക് ഉപേക്ഷിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ റീടെൻഡർ ചെയ്യും. ഈ റീടെൻഡർ ചെയ്യുമ്പോൾ ഈ ഉപേക്ഷിച്ച് പോയവരാരെങ്കിലും പിന്നെയും ചെല്ലത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആരും വന്നില്ലെന്നും പറഞ്ഞ് 2-3 തവണ റീടെൻഡർ ചെയ്ത് വെച്ച് ആരും വന്നില്ലെന്നും പറഞ്ഞ് നേരെ ഊരാളുങ്കലിൽ. സർക്കാരിൻ്റെ ആളാണല്ലോ, സർക്കാരിൻ്റെ ധൈര്യമായിട്ട് കൊടുക്കാം, അങ്ങോട്ടത്തേക്കും കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. ഇത് ഇവർ വളരെ വിചിത്രമാണ് കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് പുതിയ നിയമസഭ മന്ദിരത്തിൽ R ശങ്കരനാരായണൻ തമ്പി ഹാളുണ്ട്. അദ്ദേഹം കേരള നിയമസഭയുടെ ഐക്യകേരള ആദ്യത്തെ നിയമസഭയുടെ സ്പീക്കറായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിൽ അതിഗംഭീരമായ ഒരു ഓഡിറ്റോറിയം അവിടെ ഹാളുണ്ടായിരുന്നു. ഈ ഹാള് ഒരു കുഴപ്പമില്ലായിരുന്ന ഹാളിനെ ഒരു ദിവസം പൊളിച്ചിരിക്കുന്നു, മുഴുവൻ അടിച്ച് പൊളിച്ചിട്ട് 16 കോടിയോ മറ്റോ മുടക്കി ഈ ഹാള് പുനർനിർമ്മാണം നടത്തുന്നു. ആലോചിച്ച് നോക്കണം. പിന്നെയാണ് ലോക കേരള സഭ അവിടെ നടക്കാൻ വേണ്ടി, എങ്ങാണ്ട് പാർലമെൻറ്റ് സമ്മേളനം നടക്കാൻ പോകുന്നുള്ള രീതിയിലാണ് അന്ന് ഈ ലോക കേരള സഭ അതിന് മുന്നോടിയായിട്ട് കാര്യങ്ങൾ പലതും പറഞ്ഞു. അപ്പോൾ എല്ലാവരും കരുതിക്കാണ് ശരി, ഇവിടെ പാർലമെൻറ്റ് സമ്മേളനം നടക്കാൻ പോകുമ്പോൾ ഒരു പരിപാടിയാണല്ലോ, അപ്പോൾ ആയിക്കോട്ടെ എന്നെല്ലാവരും വിചാരിച്ചാണ്. എന്നിട്ട് ഈ ഹാൾ ഉണ്ടാക്കുന്നു, ഈ മര്യാദയ്ക്കിരുന്ന ഹാളിനെ പൊളിച്ചിട്ട് ഒന്നിന്ന് ഹാൾ ഉണ്ടാക്കുന്നു. ശരി. അപ്പം ഇതുപോലെ സർക്കാരിൻ്റെ പല പരിപാടികളും ഇതാണ്, വെറുതെ ഇരുന്ന സ്ഥാപനങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒന്നേ നിർമ്മിക്കുന്നു. ഇപ്പോൾ എന്തായാലും നിയമസഭയ്ക്കകത്ത് ഊരാളുങ്കൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തടഞ്ഞിരിക്കുകയാണ്. അവരെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. മാത്രമല്ല അവിടെ 7.5 കോടി രൂപ എങ്ങാണ്ടാണ് ഇത് പണിയുന്നതിന്. ഇപ്പോൾ ഡൈനിങ് ഹാളിന് ഞാൻ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഡൈനിങ് ഹാളിന് നിലയിലൊരു കുഴപ്പമില്ല. ആ ഡൈനിങ് ഹാള് ലോക കേരള സഭ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 10-40 ലക്ഷം രൂപ AC ചെയ്തു എന്നാണ് ചെയ്തിരുന്നു. നേരത്തെ ആൾറെഡി ചെയ്തിട്ടുണ്ട്. എല്ലാ ലോക കേരള സഭയുടെ പേരിലാണല്ലോ. എന്നിട്ട് ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്യുകയാണ്. അത് ഡൈനിങ് ഹാൾ വീണ്ടും പൊളിക്കുകയാണ്. അതിന് തറയിൽ ഇറ്റാലിയൻ മാർബിളാണ് പോണത്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ദിവസം തുറന്നിടുന്ന ഒരു സ്ഥലമല്ല. ഇതുപോലെ ലോക കേരള സഭയെ വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് അവിടെ ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ MLA അവരുടെ അതിന് പ്രത്യേക പരിപാടി ഉള്ളപ്പോൾ മാത്രം. അതല്ലാതെ ഇത് ഡെയിലി യൂസിനുള്ള സാധനമല്ല. ഇതിന് 7 കോടി രൂപ മുടക്കി ഇറ്റാലിയൻ മാർബിൾ ഒട്ടിച്ചാണ് സംഗതി തയ്യാറാക്കുന്നത് ഡൈനിങ് ഹാള്. അതുപോലെ ഇതിൻ്റെ പരിസരം വൃത്തിയാക്കാൻ വേണ്ടി മണ്ണ് നിരത്താനും കള പറിക്കാനും അതിനൊക്കെ ആയിട്ട് ടെൻഡർ ക്ഷണിക്കാൻ തരും. ഈ ടെൻഡർ നടപടിക്ക് മാത്രം 6 ലക്ഷം രൂപ മാറ്റി വെച്ചു. മണ്ണ് പരിശോധന നടത്തിയെന്ന് ആദ്യം. അതെ, മണ്ണ് പരിശോധനയ്ക്ക് എത്ര ലക്ഷം രൂപ ചിലവാക്കി. ഇത് കേട്ടുകളില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണ് പരിശോധിക്കാൻ ലക്ഷങ്ങൾ. സർക്കാരിന്റെ മണ്ണ് പരിശോധന വകുപ്പുള്ളതാണ്. പിന്നെ ഇവർ ആരെ കൊണ്ടാണ് ഇവർ ഇത്ര ലക്ഷം മുടക്കിയത് പരിശോധിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഈ ഊരാളുങ്കൽ എന്ന് കേട്ടു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഊരാളുങ്കലിൻ്റെ ഇതിനകത്ത് അഴിമതി ആരോപിച്ചു. എല്ലാം ആരോപിച്ചിട്ട് ഈ സർക്കാർ അധികാരത്തിലോട്ട് വന്ന സമയത്ത് വീണ്ടും
ഇതെല്ലാം ഇവിടുത്തെ നിലവിലെ മന്ത്രി തന്നെ ആയിരിക്കില്ല. ഊരാളുങ്കൽ നല്ല ഗംഭീര സ്ഥാപനമാണ്, ഒരു ഗംഭീര പണിയാണ് എന്ന് പറയുന്നത്. അവരുടെ പണിയുടെ ഒരു മൂല്യം അല്ലെ ഒരു മേന്മ നമുക്കറിയാം. എവിടെ പണിതോ അവിടെയൊക്കെ തന്നെ കുഴപ്പങ്ങളാണ്. അല്ല, എന്നിട്ട് അത് മനസ്സിലാവാത്തതാണ്. സർക്കാരുകൾ തുടർച്ചയാണ് എന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ്. ആ സർക്കാർ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കൽ അത് കൊടുക്കുകയാണ് അവർ. കാരണം വേറെ മാർഗ്ഗമില്ല. എന്താണെന്നറിയാമോ? ഊരാളുങ്കലിനെ കുത്തകയാക്കി മാറ്റാൻ വേണ്ടി ഇവിടുത്തെ മുഴുവൻ സർക്കാർ കോൺട്രാക്ടർമാരെയും അവരെ അധോഗതിയാക്കി. കാരണം അവരുടെ കുടിശ്ശിക കൊടുക്കാതെയും അവർക്ക് പറ്റുന്ന രീതിയിൽ ടെൻഡർ കൊടുക്കാതെയും അവർ പറ്റുന്ന രീതിയിൽ അവർക്കിപ്പം ഞാൻ പറയാം, ഒരു സർക്കാർ കോൺട്രാക്ടർക്ക് അയാൾ ഒരു ടെൻഡർ ക്ഷണിക്കുമ്പോൾ അയാൾക്ക് ആ പണിയിൽ നിന്ന് ഈ ലാഭം കിട്ടണ്ടേ? അയാൾ പൊതുജന സേവനത്തിനാണല്ലോ ഈ പണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അയാൾക്ക് ലാഭം കിട്ടണം. അല്ല, ഈ ലാഭം കിട്ടുന്നത് എപ്പോൾ കിട്ടണം? അയാളൊരു പണി കേൾക്കുന്നു. ഇപ്പം അതിൻ്റെ കൊടുത്തിരിക്കുന്ന പീരീഡ് 6 മാസമാണെന്ന് വിചാരിക്കും. ഇയാൾ ഈ 6 മാസത്തേക്ക് പണയെടുത്തുനിന്ന് കടമെടുത്തും പണയം വെച്ചും ഒക്കെ ആയിരിക്കും പണം കണ്ടെത്തുന്നത്, കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെല്ലാം പലിശ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അയാൾ ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ 6 മാസം കഴിയുന്ന പണിക്ക് 2 വർഷമായാലും ഇവിടെ പൈസ കിട്ടും. ഒരു സിനിമ ഉണ്ടല്ലോ വെള്ളാനകളുടെ നാട്ടിൽ, അതെ, മോഹൻലാൽ രാവിലെ രൂപയിട്ട് പൈസ കിട്ടാൻ ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ്. അത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു യഥാർത്ഥ വർഷങ്ങൾക്കും പറഞ്ഞ സിനിമയാണെങ്കിൽ പോലും അന്നും ഇന്നും കോൺട്രാക്ടർമാരുടെ അവസ്ഥ ഇതാണ്. കഷ്ടമാണ് അവരുടെ കാര്യം. അവർ ഈ പണി ഏറ്റെടുക്കുന്നു, ഈ പണി മുഴുവൻ ചെയ്യിക്കുന്നു, ജീവനക്കാർക്ക് പൈസ കൊടുക്കുന്നു, ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നു, കൈക്കൂലി സകല ഓഫീസിലും കൊടുക്കണം. സംസ്ഥാന സർക്കാർ ചില ഓഫീസിന്റെ തൂണുമൊക്കെ കൈക്കൂലി കൊടുക്കുന്നത് പണ്ടവരെ പറഞ്ഞു. അതാണ് അവസ്ഥ. ഇത് കൊടുത്ത് പിന്നെ ഇവർക്ക് വീട്ടിൽ കൊണ്ട് മാത്രമല്ല ദീർഘകാലം കഴിഞ്ഞേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സമയം വരെയുള്ള പലിശ എടുക്കണം, അതിന് വരെയുള്ള ഇവരുടെ നഷ്ടം എടുക്കണം, ഇവർക്ക് ഈ എന്താ പറയുന്നത്, ഇവരുടെ കയ്യിൽ നിന്ന് പോയതിൻ്റെ ലാഭം കിട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ അവർ ടെൻഡർ ചെയ്യുമ്പോൾ നല്ല തുക ടെൻഡർ വരും, അവർ വെക്കും, കോട്ടയും. അപ്പോൾ എന്ത് ചെയ്യും? ഊരാളുങ്കലിന് ഇതൊന്നും വേണ്ട. ഊരാളുങ്കൽ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ടെൻഡർ കോട്ട് ചെയ്ത് കൊടുത്ത് അവർ പണി പിടിക്കുമെന്നല്ല, അവർക്ക് അങ്ങ് കൊടുക്കും. മാത്രമല്ല ഐ ടി മേഖലയിലും കുറെ വർക്ക് അവർക്ക് കിട്ടിയല്ലോ. അതെ, അതെല്ലാം നിയമസഭയിൽ എനിക്ക് തോന്നുന്നത് കളക്ടറിനെ ഏൽപ്പിച്ചു തിരുവനന്തപുരം. കാര്യം കളക്ടർ നഷ്ടത്തിലാണ്. രാജഗോപാൽ കേന്ദ്രമന്ത്രിയായതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞ അന്നായ സമയത്ത് ഈ സ്ഥാപനം നിലനിന്നു. KPP നമ്പ്യാരെ പോലുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഒരാൾ സ്ഥാപിച്ച അദ്ദേഹം മുൻകൈ എടുത്ത് അത് സർക്കാർ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഭംഗിയായി നടത്തിക്കൊണ്ടൊരു സ്ഥാപനത്തിന് രാഷ്ട്രീയ എല്ലാം കൂടെ ചേർന്ന് തന്നെ പൊളിച്ചടിക്കും. പ്രത്യേകിച്ച് CIT ഇടതുപക്ഷം അവിടെ സമരമൊക്കെ ചെയ്തു. KPP നമ്പ്യാർ കളഞ്ഞിട്ട് പോയി. അവസാനം ആ സ്ഥാപനം വളരെ ദുരന്തത്തിലേക്ക് എത്തും. എത്രയോ ജീവനക്കാരുണ്ടായിരുന്നതാണ്. രാജഗോപാൽ കേന്ദ്രത്തിൽ ഡിഫൻസ് സഹമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. കളക്ടറോട് ഒരുപാട് വർക്ക് പിടിച്ചു കൊടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഡൽഹിയിൽ പോലും ട്രാഫിക് സിഗ്നലുകൾ അന്ന് സ്ഥാപിച്ചത് കളക്ടറോണാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സഹായം ലഭിച്ചാണ് ആ സ്ഥാപനം നിലനിന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇവർക്ക് പൊതുമേഖല സ്ഥാപനങ്ങളാണെങ്കിലും കോൺട്രാക്ടർമാർ ഇവരെല്ലാം ഇല്ലാതാക്കുക, സ്വന്തം പാർട്ടി വളർത്തുക. മാത്രമല്ല ഇതിൽ രസകര കാര്യമുണ്ട്. ഊരാളുങ്കലിൻ്റെ കൈവശമുള്ള ഈ പണിയായുധങ്ങളുണ്ടല്ലോ എല്ലാം ഹയർ ചെയ്യണതാണെന്നാണ്, സ്വന്തമായി അല്ലെന്നാണ്. അപ്പോൾ ഇത് ഈ മുഖ്യമന്ത്രി ഓഫീസൊക്കെ ബന്ധമുള്ള നിരവധി പേർക്ക് അവരുടെ വാഹനങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളതെന്നാണ്. അതെ, ഇതിന്റെ വാടക ഇനത്തിൽ ഈ ഊരാളുങ്കൽ സേവർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ CPM-ന്റെ ആണ്, അല്ലാതെ ഇതൊരു സാധാരണ സൊസൈറ്റി അല്ല. അതൊരു CPM-ന്റെ ഒരു ഉപോൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൂടെ കമ്മീഷൻ അടിക്കാൻ നേതാക്കൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. സഹകരണ സംഘം നേരിട്ട് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമാതിരി ചെയ്യും. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് 4 ലോറി ഉണ്ടെങ്കിൽ 4 ലോറി കൊടുക്കും. ദിവസം 5 ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ 12 ട്രിപ്പ് അടിച്ചു വന്ന് കണക്കെഴുതി എടുത്താൽ മതി. എക്സാലോജിക്ക് മോഡൽ അല്ല, അത് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പം തന്നെ ഈ ഇവിടുത്തെ ഊരാളുങ്കലിൻ്റെ ഇത് മാറ്റിയിട്ട് പൊതുമരാമത്തിന് കൊടുത്തു, കെട്ടിട നിർമ്മാണത്തിന്. ഇതുപോലെ തന്നെ ഒരു പണിയും ഇല്ലാതെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ഹൗസിംഗ് ബോർഡ്, ഭവന നിർമ്മാണ ബോർഡ്. ഈ ഭവന നിർമ്മാണ ബോർഡിൽ ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ബോർഡിൽ ഒന്നായിരുന്നു KM മാണി. പ്രഗത്ഭന്മാരായിരുന്നു ഹൗസിംഗ് ബോർഡ് ചെയർമാൻമാരായിട്ട്. KM മാണിയുടെ കാലത്ത് നല്ല കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. നമുക്ക് അവിടെ നിന്ന് സബ്സിഡി ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകർക്ക് സബ്സിഡി ഉണ്ടായിരുന്നു. ഞാൻ വീട് വെച്ചപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സ്കീം കിടപ്പുണ്ട്. അത് KM മാണി കൊണ്ടുവന്നൊരു സ്കീമാണ്. ആ സ്കീം ഇത് പക്ഷേ അതിനുശേഷം ഈ അടുത്ത സമീപകാലത്ത് അപേക്ഷ കൊടുത്ത മാധ്യമപ്രവർത്തകർക്ക് ഈ ഫണ്ട് കിട്ടി. ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം സത്യമാണ്, ഇന്നിപ്പോൾ 6-ാം തീയതിയാണ്, ഇതുവരെ ഹൗസിംഗ് ബോർഡിൽ ശമ്പളമോ പെൻഷനോ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ തനത് ഫണ്ടില്ല. പിന്നെ എവിടെ നിന്ന് എടുക്കണം? സർക്കാർ കൊടുക്കുന്നതെന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഭവന നിർമ്മാണ ബോർഡ് ചെയ്യേണ്ട ജോലികളാണ് ഇപ്പോൾ ഈ പറയുന്ന ഊരാളുങ്കൽ പോയി വയനാട്ടിലെ പുനരധിവാസം. ഇത് ശരിക്കും പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗവും
ഭവന നിർമ്മാണ ബോർഡും കൂടെ ചേർന്ന് അവരെ നിർവഹണ ഏജൻസിയെ കൊണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ജോലി അവർക്ക് കൊടുത്താൽ അവർ ചെയ്യത്തില്ല, സർക്കാരിൻ്റെ ഏജൻസികളല്ലേ. മാത്രമല്ല ഇപ്പോൾ പിന്നെ ഹൗസിംഗ് ബോർഡ് നിർമ്മിക്കുന്ന ഫ്ലാറ്റുകൾ വാങ്ങാനും ആളില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് പലയിടത്തും വെച്ചിട്ട്. കാരണം ഈ നമ്മുടെ ആധുനിക രീതിയിലുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള ഫ്ലാറ്റുകൾ സ്വകാര്യ മേഖലയിൽ വരുമ്പോൾ ഇവരിപ്പോഴും കൺവെൻഷൻ രീതിയിലുള്ള പഴയ ഫ്ലാറ്റുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുമില്ല. പിന്നെ ഈ രാഷ്ട്രീയക്കാർ അതിൻ്റെ തലപ്പത്ത് വയ്ക്കുന്നു, അവർ അത് പരമാവധി ആസ്വദിച്ച് അവരങ്ങ് പോകുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുമാത്രം ആസ്തിയുണ്ട് ഹൗസിംഗ് ബോർഡിന് ഭയങ്കരമായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹൗസിംഗ് ബോർഡിൻ്റെ ബിൽഡിങ് സെക്രട്ടറിൻ്റെ തൊട്ട് പറയും പടുകൂറ്റം ബിൽഡിങ്ങാണ്. അവിടെ ഒരുപാട് വാടകയ്ക്കും കൊടുത്തിട്ടുണ്ട്, സർക്കാർ സ്ഥാപനക്കാർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുന്നു. എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ മനോരമയുടെ തൊട്ടിപ്പുറത്ത് അതിഗംഭീരമായ ഒരു കോംപ്ലക്സ് ഉണ്ട്, ബിൽഡിംഗ്. എനിക്ക് 6-7 നില വരുന്നുണ്ട്. മറൈൻ ഡ്രൈവ് കുറേ വസ്തു മറൈൻ ഡ്രൈവിലുണ്ട്. ഈ നാട് മുഴുവൻ വസ്തു ഉണ്ട് ഹൗസിംഗ് ബോർഡ്. ഈ തിരുവനന്തപുരത്ത് പട്ടത്ത് തന്നെ നമുക്കറിയാം, അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അവർ ഇടയ്ക്ക് നിർമ്മിച്ചു എന്നുള്ള നല്ല കാര്യമാണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് ഹൗസിംഗ് ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, വേറെ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും ഇവരിങ്ങനെ ഈ ആഡംബര സംഗതികളാണ് ഇതെല്ലാം. ഇതൊന്നും ഫലപ്രദം. പിന്നെ റവന്യൂ ടവറുകളെല്ലാം അവർ നിർമ്മിച്ചതാണ്, ഇവരുടെ ഉടമസ്ഥതയിലുമാണ്. പക്ഷേ ഇതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. പിന്നെന്തിനാണ് ഈ പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗവും ഈ പറയുന്ന ഹൗസിംഗ് ബോർഡും ഒക്കെ ഇവിടെ എന്തിനാണ്? ഊരാളെങ്കിൽ സകലതും മതിയെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം ഒഴിവാക്കി വിടുക, അതല്ലേ? ഊരാളെങ്കിൽ സർക്കാരിൻ്റെ ഒരു വിഭാഗം ആക്കുക. എന്താണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്ത തീരുമാനം, അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, അപ്പം സ്പീക്കർ തന്നെ ഇങ്ങനൊരു നടപടിക്രമമായിട്ട് മുന്നോട്ട് വന്നതോടെ സർക്കാർ ഇനി ഇച്ചിരി ഭയക്കും. അല്ല, മാത്രമല്ല തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സൗമ്യനായ ഒരാളാണെങ്കിൽ പോലും ഈ നിയമത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കർക്കശക്കാരനാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ എല്ലാത്തിനും മുടക്കോഴി മലയിൽ പോയി തൂക്കിയെടുത്തുകൊണ്ട് വന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി അതുകൊണ്ട് മാത്രമാണ്. ഇപ്പം രമേശ് ചെന്നിത്തലയാണെങ്കിൽ നടക്കത്തില്ല, ഒത്തുതീർപ്പിൻ്റെ ആളാണ്. നമുക്കറിയാം പലവിധ കാര്യങ്ങളുണ്ട്. ഇപ്പം കെ മഹേശൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അയാളുടെ ഭാര്യ കൊടുത്തു. എന്നിട്ട് കോപ്പി ടു ആഭ്യന്തരമന്ത്രി, എക്സൈസ് മന്ത്രി ഒക്കെ വെച്ചിരുന്നു. ഇവരെല്ലാവരും കൈയൊഴി. ഈ ആഭ്യന്തരമന്ത്രി പറഞ്ഞ എന്താണ്? എനിക്കറിയില്ല, എനിക്ക് പരാതി ഇന്നലെ ഡയറക്റ്റ് കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഇത് കേരളത്തിൽ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ ചിന്തിക്കുക. ഈ LDFനെ എന്തുകൊണ്ട് കാരണം കൊണ്ടാണ് തൂത്തർ ആൾ ആടിയും കൊടുത്ത് ഓടിച്ചു വിട്ടത്, അത് നാളെ ഒരുപക്ഷെ അവർ അതേ പാത പിന്തുടരുകയാണെങ്കിൽ 5 വർഷത്തേക്ക് സേഫ് ആണല്ലോ. ഇനി 5-ാം വർഷം ഓടി 5 വർഷം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ 29 ഇലക്ഷൻ വരും. ഒരു രാജ്യം തെരഞ്ഞെടുപ്പ് കേന്ദ്രം കൊണ്ടുവരികയാണെങ്കിൽ അന്ന് 2029 ഇലക്ഷൻ നടത്തേണ്ടി വരും. കഷ്ടിച്ച് 3 വർഷം വരില്ല അങ്ങനെയാണെങ്കിൽ. എന്താണെങ്കിലും ഊരാളുങ്കലിനെതിരെ ധീരമായ നടപടിയെടുക്കാൻ യാതൊരു മടിയും കാണിക്കാതിരുന്ന സ്പീക്കർക്ക് അഭിനന്ദനം.